LDF ഭരണകാലത്ത് അന്നത്തെ വടകര MP കൂടിയായ ഇന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഒരു പ്രസംഗം ഇങ്ങനെയായിരുന്നു സർ. എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും. പക്ഷെ ഞങ്ങൾ ഈ കാഴ്ചപ്പാടുള്ളവരല്ല സർ. വ്യക്തിപരമായി മന്ത്രിയെയോ മുഖ്യമന്ത്രിയെയോ ഈ വിഷയത്തിൽ അധിക്ഷേപിക്കാൻ ഞങ്ങളില്ല. അത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ സംസ്കാരമല്ല. നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോഴിക്കോട് ഉൾപ്പെടെ മലബാറിൽ 4 ജില്ലകളിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർമാരില്ല സാർ. ഇത് ഞാൻ പറയുമ്പോൾ കൈയടിക്കാൻ ട്രഷറി ബെഞ്ചിലുള്ള മലബാറിലെ MLA-മാർക്ക് മടിയുണ്ടെങ്കിലും അവരുടെ മനസ്സ് അറിഞ്ഞുകൊണ്ട് കൈയടിക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് സാർ. ഞാൻ ഉറപ്പായി കരുതുന്നു സാർ. സാർ, ഇങ്ങോട്ട് ഞാൻ വരുമ്പോൾ ഒരു ഷിഗല്ല മരണ വാർത്ത കേട്ടുകൊണ്ടാണ് സാർ വന്നത്. സാർ, ഒരു സർക്കാരിനെ വിലയിരുത്താൻ ഒരു 35 ദിവസം മതിയാകില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷെ ഒരു സർക്കാർ ഏത് ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ 35 ദിവസം ധാരാളമാണ് സാർ. ഇവിടെ ഇത്തരം പകർച്ചവ്യാധികൾ വരുന്നത് ഏതെങ്കിലും ഒരു മുന്നണി നയിക്കുന്ന സർക്കാർ ഭരിക്കുന്നത് കൊണ്ടാണെന്ന് കരുതുന്നവരല്ല ഞങ്ങൾ. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള പകർച്ചവ്യാധി വരുന്നത് ഏതെങ്കിലും ഭരണാധികാരി ഭരിക്കുന്നത് കൊണ്ടാണെന്ന് കരുതുന്നവരല്ല സാർ ഞങ്ങൾ. ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയുടെ കാഴ്ചപ്പാടല്ല ഞങ്ങളുടെ കാഴ്ചപ്പാട്. പകർച്ചവ്യാധി പകരാതിരിക്കാൻ സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് എന്തൊക്കെ ഇടപെടൽ നടത്താൻ വേണ്ടി സാധിക്കും ആ ഇടപെടലുകൾ നടത്തി മുന്നോട്ട് പോവുക എന്നുള്ള ക്രിയാത്മക പ്രതിപക്ഷത്തിൻ്റെ ചുമതലയാണ് ഞങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്, നിർവഹിക്കാൻ ഉദ്ദേശിച്ചിട്ടുമുള്ളത്. എന്നാൽ ചില ഗൗരവമേറിയ പ്രശ്നങ്ങൾ, സർക്കാർ തിരുത്തേണ്ട വിഷയങ്ങൾ, അടിയന്തരമായി തിരുത്തി മുന്നോട്ട് പോകേണ്ട പ്രശ്നങ്ങൾ, അത് ചൂണ്ടിക്കാട്ടുക ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് സർ. ആരോഗ്യമേഖലയിലെ കേരള മോഡൽ ലോകമാകെ അംഗീകരിച്ചതാണ്. എന്നാൽ ആ കേരള മോഡൽ UDF ഗവൺമെന്റ് കൈവിടുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഈ 35 ദിവസത്തെ ഇടപെടലുകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അത് അനുവദിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറയാൻ ഞാൻ ആദ്യമേ ആഗ്രഹിക്കുകയാണ്. അത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമല്ല, കേരളത്തിലെ 100% വരുന്ന ജനങ്ങളും ആഗ്രഹിക്കുന്നതാണ്. സർ, മെയ് 20, 2021 LDF ഗവൺമെന്റ് അധികാരമേറ്റപ്പോൾ കോവിഡ് കാലമായി. കോവിഡ് കാലം അധികാരമേറ്റ LDF സർക്കാരിൻ്റെ ആദ്യ മാസം ജീവൻ രക്ഷിക്കുവാനുള്ള പോരാട്ടത്തിൻ്റെതായിരുന്നു. സാർ, മെയ് 18, 2026 അധികാരത്തിൽ വന്ന UDF സർക്കാരിൻ്റെ ആദ്യ മാസം ഭരണപരമായ തർക്കങ്ങളുടെയും പ്രഖ്യാപനങ്ങളുടെയും ഭാഗമായി പലരുടെയും മാനം രക്ഷിക്കാനുള്ള മാസമായി മാറി എന്നുള്ളതൊരു വസ്തുതയാണ് സാർ. എന്തെല്ലാം പകർച്ചവ്യാധികളാണ് സാർ കേരളത്തിൽ ഈ മഴക്കാലത്ത് പെരുകുന്നത്. നിപ്പ, എബോള, എംപോക്സ്, ഷിഗല്ല, വെസ്റ്റ്നൽ, ഡെങ്കി, മലേറിയ, കോളറ, അമീബിക് മസ്തിഷ്ക ജ്വരം, കുരങ്ങുപനി എന്നിങ്ങനെ മാരക സ്വഭാവമുള്ള രോഗങ്ങൾ ഉൾപ്പെടെയാണ് കേരളത്തിൽ സ്ഥിരീകരിക്കപ്പെടുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി എബോളയെക്കുറിച്ച് പറഞ്ഞു. ഇനി മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട ആരോഗ്യവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ എബോളയുണ്ട് എന്ന് പറയുമോ എന്നുള്ളതാണ് എൻ്റെ ഭയം എന്നുള്ളത് ഞാൻ ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. ഈ 35 ദിവസത്തെ അനുഭവം അതാണ് സാർ. സാർ, പകർച്ചവ്യാധികൾ കേരളത്തിൽ പടരുന്നതിൻ്റെ കാരണം അത് ആര് ഭരിക്കുന്നു എന്നുള്ളത് നോക്കിയല്ല, എന്നാൽ അവ തടയുന്നതിൽ സർക്കാരിൻ്റെ കാഴ്ചപ്പാട് എന്ത് എന്നുള്ളതാണ് സാർ പ്രധാന പ്രശ്നം. സാർ, സംസ്ഥാനത്ത് ജൂൺ 1 മുതൽ 19 വരെ 87 മരണം പകർച്ചവ്യാധികൾ ബാധിച്ച് ഉണ്ടായി എന്നുള്ളതൊരു വസ്തുതയാണ്. ഷിഗല്ല 7 മരണം, 133 രോഗബാധിതർ. ഇൻഫ്ലുവൻസ 13 മരണം, 1380 രോഗബാധിതർ. വയറിളക്കം 5 മരണം, 58,031 രോഗബാധിതർ. മസ്തിഷ്കജ്വരം 4 മരണം, 14 രോഗബാധിതർ. മഞ്ഞപ്പിത്തം 4 മരണം, 469 രോഗബാധിതർ. ഡെങ്കിപ്പനി 11 മരണം, 1270 രോഗബാധിതർ. എലിപ്പനി 13 മരണം, 469 രോഗബാധിതർ. അമീബിക് മസ്തിഷ്കജ്വരം 3 മരണം, 13 രോഗബാധിതർ. പനി 2 മരണം, 2,19,988 രോഗബാധിതർ. ടൈഫസ് 1 മരണം, 40 രോഗബാധിതർ. ചിക്കൻ ബോക്സ് 1 മരണം, 1640 രോഗബാധിതർ. പേവിഷബാധ 2 മരണം. വെസ്റ്റിനിൽ മരണമില്ല, 6 രോഗബാധിതർ. എംബോക്സ് മരണമില്ല, ഒരാൾക്ക് രോഗബാധ. സാർ, നിപ്പ മരണമില്ല, ഒരാൾ അത്യാസന്ന നിലയിലാണ്. സാർ, ഇവിടെ 2021 ഡിസംബർ 28 LDF ഭരണകാലത്ത് അന്നത്തെ വടകര MP കൂടിയായ ഇന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഒരു പ്രസംഗം ഇങ്ങനെയായിരുന്നു സാർ. എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും. നിപ്പ പോലെ ഇതുവരെ കേൾക്കാത്ത രോഗങ്ങൾ കേരളത്തിൽ ബാധിക്കുന്നു. വവ്വാലാണത്രേ അത് പരത്തുന്നത്. കെ കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഭരിച്ചപ്പോൾ നാട്ടിൽ വവ്വാൽ ഉണ്ടായിരുന്നില്ലേ?
ഇപ്പോൾ വവ്വാൽ രോഗം പരത്താൻ കാരണം ഭരിക്കുന്നവർ ശരിയല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ ഞങ്ങൾ ഈ കാഴ്ചപ്പാടുള്ളവരല്ല സർ. വ്യക്തിപരമായി മന്ത്രിയെയോ മുഖ്യമന്ത്രിയെയോ ഈ വിഷയത്തിൽ അധിക്ഷേപിക്കാൻ ഞങ്ങളില്ല. അത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ സംസ്കാരമല്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. സാർ, ഇങ്ങോട്ട് വരുമ്പോൾ ചിലര് ചൂണ്ടിക്കാട്ടിയത് തന്നെ ഒരാൾ ആവർത്തിച്ചു പറഞ്ഞു. അത് ഞങ്ങളുടെ നിലപാടല്ല, ആളുകൾ അങ്ങനെയും കരുതുന്നുണ്ട്. ഇന്നത്തെ ആരോഗ്യമന്ത്രിയുടെ അന്നത്തെ ആ പ്രസംഗം ഓർത്തുകൊണ്ടാണ് സാർ പറഞ്ഞത്. ഇത്ര ദീർഘവീക്ഷണമുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, ഇതുപോലെ ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രസ്താവന നടത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ലോകത്തില്ല എന്നുള്ളതാണ് സാർ അവർ ചൂണ്ടിക്കാട്ടിയത്. അതിന്റെ ഭാഗമായി ദീർഘവീക്ഷണ ശ്രീ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിക്ക് നൽകണമെന്നുള്ള അഭിപ്രായം പറഞ്ഞു സാർ. ഞങ്ങൾ അതിനോട് യോജിക്കുന്നില്ല, ആ കാഴ്ചപ്പാടിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. അങ്ങനെ മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കാൻ, ഈ വിഷയത്തിൽ അധിക്ഷേപിച്ചു പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. സാർ, കഴിഞ്ഞ ഒരു മാസം കൊണ്ട് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട ഏകോപന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് സാർ? നിപ്പ പരിശോധന ഫലം കോഴിക്കോട് വന്ന ഘട്ടത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു നിപ്പ പരിശോധന ഫലം കിട്ടിയിട്ടില്ല. ഉടനെ തന്നെ പരിശോധന ഫലം കിട്ടിയെന്ന് കോഴിക്കോട് ജില്ലാ കലക്ടർ പറഞ്ഞു. രോഗബാധിതന്റെ നില തൃപ്തികരമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു സാർ. രോഗബാധിതൻ അത്യാസന്ന നിലയിലെന്ന് ജില്ലാ കലക്ടർ ഉടനെ പറയുകയാണ് സാർ. പാലക്കാട് കോളറ സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി പറയുന്നു സാർ. മണിക്കൂറുകൾക്കകം DMO പറയുന്നു പാലക്കാട് കോളറ സ്ഥിരീകരിച്ചിട്ടില്ല എന്ന്. സാർ, ഒരു കണക്കിന് പാലക്കാട്ടുകാർക്ക് ഭാഗ്യമുണ്ട് സാർ, അവിടെ ഒരു DMO എങ്കിലും ഉണ്ടല്ലോ സാർ. കോഴിക്കോട് ഒരു DMO പോലും ഇല്ല സാർ. ഭരണകക്ഷിയിലെ പലരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാനുള്ള തിരക്കിലാണ് സാർ. ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗിലെ പഴയ 10 വർഷം മുമ്പുള്ള കൊയ്ത്തുകാലം തിരിച്ചു വരികയാണെന്നാണ് നാട്ടു സംസാരം സാർ. സാർ, ഇവിടെ DHS വിവാദം ഇങ്ങനെ കത്തി നിൽക്കുകയാണല്ലോ സാർ. കഴിഞ്ഞ ദിവസം DHSൽ കേരളം ഉണ്ടായതിനു ശേഷം ഇന്ന് വരെ കാണാത്ത കസേര യുദ്ധം കാണുകയായിരുന്നു സാർ. സാർ ഒരു സിനിമാ പ്രേമിയാണെന്ന് എനിക്കറിയാം. അയാൾ കഥ എഴുതുകയാണെന്ന് സിനിമ കണ്ടിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. മോഹൻലാലിന്റെ അയാൾ കഥ എഴുതുകയാണെങ്കിൽ ശ്രീനിവാസൻ തഹസിൽദാരായി ജോയിൻ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ തഹസിൽദാർ കസേരയിൽ നിന്നും ആ സിനിമയിലെ നായിക മാറിക്കൊടുക്കാത്ത രംഗമുണ്ട് സാർ. അതെ, ആ വിഷയമുണ്ട് സാർ. അതിന് സമാനമാണ് സാർ. അതിന് സമാനമാണ് സാർ. ആ കസേരക്കളിക്ക് സമാനമാണ് സാർ DHS നടന്നത്. അതിന്റെ നഷ്ടമാർക്കാണ്. അതിന്റെ ഭാഗമായി ഇതിന്റെ ഭാഗമായുള്ള പ്രതിരോധ യോഗം നടത്താൻ സാധിക്കാതെ പോയി സാർ. അതാണ് പ്രശ്നം. അത് പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പകർച്ചവ്യാധി സംബന്ധിച്ച അതിനിർണായകമായ യോഗം ഇതിന്റെ ഭാഗമായി മാറ്റിവെക്കേണ്ടി വന്നു എന്നുള്ളത് നാണക്കേടല്ലേ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് വരികയാണ് സാർ. സാർ, പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ പോലും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും സർക്കാർ ഒളിച്ചോടുകയാണ്. നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോഴിക്കോട് ഉൾപ്പെടെ മലബാറിൽ 4 ജില്ലകളിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർമാരില്ല സാർ. ഇത് ഞാൻ പറയുമ്പോൾ കൈയടിക്കാൻ ട്രഷറി ബെഞ്ചിലുള്ള മലബാറിലെ MLA-മാർക്ക് മടിയുണ്ടെങ്കിലും അവരുടെ മനസ്സ് അറിഞ്ഞുകൊണ്ട് കൈയടിക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് സാർ. ഞാൻ ഉറപ്പായി കരുതുന്നു സാർ. കോഴിക്കോട് UDF-ലെ തമ്മിൽ തല്ല് കാരണം ഒരു മന്ത്രിയില്ല. എന്നാൽ ഒരു DMA എങ്കിലും കോഴിക്കോടിന് തന്നുകൂടെ സാർ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.